ഇസ്ലാമിലുള്ളത് നീതിയാണ്, റഹ്ബാനിയത്തല്ല. ഞാൻ കുടിച്ച ചായൻ്റെ ബാക്കി ഇജ് കുടിക്കലല്ല, ഇജ് കുടിച്ച ചായൻ്റെ ബാക്കി മറ്റോ കുടിക്കലല്ല, തങ്ങൾ പാപ്പ കുടിച്ച ചായൻ്റെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി കുടിച്ചതല്ല, വലിയ മോദിയാർ കുടിച്ച ചന്തിയ വെള്ളം കൊണ്ട് ബാക്കിയുള്ളവർ കഴുകലല്ല. അതിനല്ല ഇസ്ലാം. ഇസ്ലാം എന്ന നീതിക്ക് വേണ്ടി വന്നത്. നീതിയാണ് പ്രധാനം. നീതി ഉണ്ടെങ്കിൽ ഇതൊക്കെ നല്ലതാണ്. നീതി ഇല്ലെങ്കിൽ ഇതിനെന്താ വില? നീതിയില്ലെങ്കിൽ ഇതിനെന്താണ് വില? എന്ത് വിലയുള്ളത്? അവിടെ കഷ്ടപ്പെട്ട് കഴിയണ ഒരാൾക്ക് നീതി കൊടുക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളെല്ലാവരും ബർക്കത്തിന് വേണ്ടി വെള്ളം കുടിച്ച് പിരിഞ്ഞ് അതിലെന്ത് കാര്യമുള്ളത്? ഇസ്ലാം വന്നത് നീതിക്കാണ്, അമ്പിയാക്കൾ വന്നത് നീതിക്കാണ്. നീതിക്കെതിരെ ചെയ്ത ഒരു നബി ലോകത്തുണ്ടാവില്ല. ഏറ്റവും വലിയ നീതിമാനാണ് മുഹമ്മദ്. അതുകൊണ്ടാണ് മുഹമ്മദായത് പ്രശംസിക്കപ്പെട്ടത്. ആ മനുഷ്യൻ്റെ ഒന്നാം ദിവസത്തിൽ 1-ാം സെക്കൻഡ് മുതൽ അവസാന ദിവസത്തെ അവസാന സെക്കൻഡ് വരെ ആ മനുഷ്യൻ നീതിയാണെന്നതുകൊണ്ടാണ്. ജനങ്ങൾക്ക് ആവശ്യം അതാണ്. നിസ്കരിച്ചോ എന്താ എല്ലാ ദിവസവും നോമ്പോൽച്ചു ആയിക്കോട്ടെ, റജബ് പോയി വന്ന് നോമ്പോൽക്കുക. നോറ്റെങ്ങായി ആർക്ക് നല്ലത്? എൻ്റെ ഉള്ളിലുള്ള ആ മാശയത്തിലുള്ള കേടൊക്കെ പോവും. എനിക്ക് നട്ടാ ഇജ് ഇന്നലെ രാത്രി 40 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചോ? എനിക്കെന്താ? ഇജ് നിസ്കരിച്ചോ? ഇജ് നിസ്കരിച്ചില്ല, നേരം പോൾക്കോളേജ് കടന്നുറങ്ങി, എനിക്കെന്താ? ഇജ് പറല്ല നിസ്കരിച്ചില്ല ഇന്നലെ, എനിക്കെന്താ? ഇസ്ലാമിക ഭരണാധികാരിയാണെങ്കിൽ എനിക്ക് തീരുമാനമാണ്. ഞാൻ ഇസ്ലാമിക ഭരണാധികാരിയല്ലല്ലോ. അല്ല, ഇജ് ഇന്നലെ പറല്ല നിസ്കരിച്ചില്ല, എനിക്കെന്താ? ഇജ് ഇന്നലെ സുന്നത്ത് നിസ്കരിച്ചില്ല, എനിക്കെന്താ? ഇജ് റമളാൻ മാസത്തിൽ നോമ്പ് പോറ്റില്ല, എനിക്കെന്താ? ഇജ് കോടാനക്കോടി മുതലുണ്ടായിട്ട് ഹജ്ജിന് പോയില്ല, എനിക്കെന്താ? പോയി ഇവിടെ എന്താ? എനിക്ക് പോയാൽ പിന്നെ ഒരു കാര്യമുണ്ട്. എന്തെന്നറിയോ? ഞാൻ എൻ്റെ അയൽവാസിയാണെങ്കിൽ അവിടുന്ന് കിട്ടിയ 50 പൈസൻ്റെ പെന്നൊക്കെ ചിലപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ കൊടുക്കും. അപ്പോൾ സ്കൂളിൽ ആ മാസം എനിക്ക് പെന്ന് വാങ്ങി കൊടുക്കണ്ട, അങ്ങനത്തെ ഒരു കാര്യം കിട്ടും. അല്ലാതെ എന്താ എനിക്ക് ഹജ്ജ് ചെയ്തിട്ട് എനിക്കെന്താ കാര്യം? നീ നീതി ചെയ്താൽ എനിക്ക് കാര്യമുണ്ട്. നീ നീതി ചെയ്തില്ലെങ്കിൽ എനിക്ക് നഷ്ടമുണ്ട്. ബാക്കി നഷ്ടമില്ല, ലാഭമില്ല. അല്ല, നിങ്ങൾ ഇവിടെ ഇല്ലേ? അല്ല, നിങ്ങൾക്ക് വന്തം തന്നിട്ടില്ലേ? എടാ, ഇപ്പം 10,000 റക്അത്ത് നിസ്കരിച്ച്, ഇപ്പം 10,000 റക്അത്ത് ദിവസം നിസ്കരിച്ച് എനിക്കെന്താ കാര്യം? ഇജ്ജ് 365 നോമ്പ് വിൽക്കുക, എനിക്കെന്താ കാര്യം? നീ എല്ലാ ദിവസവും നോമ്പ് വെച്ചു, എനിക്കെന്താ നഷ്ടം? എല്ലാ ദിവസം നോമ്പോറ്റാൽ എനിക്കൊരു നഷ്ടമുണ്ട്. എന്താ പറയുക, ഞാൻ അടുത്ത ചായപ്പീടിയൊക്കെ നടത്തണ മുതലാളിയാണെങ്കിൽ എൻ്റെ 10 ഉറുപ്പ്യ ഇടക്കിടക്ക് എനിക്ക് നഷ്ടപ്പെടും. കാരണം ചായ കുടിക്കൂല. ഇത് നോമ്പ് വെച്ചിട്ട് എനിക്ക് ലാഭം എന്താ? ഒരൊറ്റ കാര്യത്തിലേ ലാഭം ഒന്നും ഇഷ്ടമുള്ളൂ. അതാണ് ദീൻ നടപ്പിലാക്കേണ്ടത്. അല്ലാതെ കുറെ മനുഷ്യന്മാരെ കൊണ്ട് നിസ്കരിപ്പിക്കാൻ വേണ്ടി വന്ന മതല്ലത്. അതൊക്കെ അവരെ ഇൻഡിവിജ്വലായ കാര്യമാണ്. അത് അവരുടെ പ്രവർത്തനങ്ങൾക്കും അവരുടെ ശക്തിക്കും ആക്കം കൂട്ടേക്കാം, അത്രയേ ഉള്ളൂ. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നീതിയാണ്. നടപ്പിലാക്കേണ്ടത് നീതിയാണ്. മനസ്സിലാവേണ്ട പറഞ്ഞത് ചിന്തിക്ക്. അതാണ് മുഹമ്മദ് എന്നാൽ നീതിമാനാണ്. അബ്ദുള്ള നീതിമാനാണ്. അബ്ദുൽ മുത്തലിബ് നീതിമാനാണ്. അവരൊക്കെ സ്വർഗസ്ഥരാണ്. അബ്ദുൽ മുത്തലിബ് എൻ്റെ ജുമയൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ ജുമ എന്നണ്ടായത് ജുമ എന്നുണ്ടായത് 622 അബ്ദുൽ മുത്തലിബ് 578 മരിച്ചു. എന്തോ പറഞ്ഞോയോ? ജപ കുറ്റം പറയാണ്. എന്ത്? അബ്ദുൽ മുത്തലിബ് ഒരു ചുമയാക്കും പങ്കെടുത്തിട്ടില്ല. ഞാൻ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് ഒരു ചുമയാക്ക് പോലും കണ്ടിട്ടില്ല എന്ന് ഞങ്ങളുടെ ഫത്വ കമ്മിറ്റി ഇന്നലെ കണ്ടെത്തി. എന്നാ മരിച്ച്? എന്നാ ജുമ ഉണ്ടായത്? 622. ജുമ ആദ്യമായിട്ടുണ്ടായത് അള്ളാന്റെ ഹബീബ് ജനിച്ചത് 570. ജുമ ഉണ്ടായത് 622. അബ്ദുൽ മുത്തലിബ് മരിച്ചത് 578. അബ്ദുൽ മുത്തലിബ് മരിച്ചിട്ട് പിന്നെയും ഒരു 10-45 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്തുണ്ടാണത്? ജുമ ഉണ്ടാണ്.
ചിന്തിക്ക്, തല കൊടുത്ത് ചിന്തിക്ക്, ഇതൊക്കെ തല കൊടുത്ത് ചിന്തിക്ക്. അവരൊക്കെ ഇന്നത്തെ മതിയല്ലല്ലോ. അവർക്ക് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം കൃത്യമാക്കി. സംസം കിണർ കുഴിക്കണം എന്ന് അവർ കുഴിച്ചു. അതൊക്കെ അള്ളാഹു അവർക്ക് അറിയിച്ചിട്ടുള്ളൂ. ഈ കുട്ടിയെ സംരക്ഷിക്കണമെന്ന് നേരത്തെ തന്നെ ഇൽഹാം കിട്ടി, അത് ചെയ്തു. ഈ കുട്ടിക്ക് മുഹമ്മദ് എന്നെ പേരിട്ടു, ആ പേരിടണമെന്ന് ഇൽഹാം വന്നു. മനസ്സിലിങ്ങനെ തോന്നുക, അന്ന് വരെ അങ്ങനെ തോന്നിയിട്ടില്ല. നിന്റെ പിതാക്കൾക്കൊന്നുമില്ലാത്ത പേരല്ലേ അബ്ദുൽ മുത്തലിബേ ഈ പേര്? അപ്പോൾ പറഞ്ഞു ഭൂഗോളത്തുള്ള മുഴുവനും ജനങ്ങൾ ഈ കുട്ടിയെ പ്രശംസിക്കണമെന്നാണ് ഞാൻ കുതിച്ചത്. അപ്പോൾ മുഹമ്മദൻ നബിയുൽ ഹുദയായ മുസ്തഫ നബിക്ക് അവർ മുഹമ്മദന് പേര് വിളിച്ചു. അബ്ദുൽ മുത്തലിബ് ഒക്കെ അവരെ ദൗത്യം അവർ ചെയ്തു. അങ്ങനെ തന്നെ എല്ലാവർക്കും ഒന്നുമില്ല. അവർക്ക് നിസ്കാരം അള്ളാഹു അറിയിച്ചു കൊടുത്തില്ല, ഇല്ലേനും എന്താ പ്രശ്നം? നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വിട്ടികളായി പോകരുത്. നല്ല കാര്യമല്ലേ അവർക്ക് റസൂല. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എല്ലാ നബിയും എല്ലാ വലിയ വലിയ ആളുകൾക്കും ആളുകളുടെ മുതുകിലൂടെയും നെറ്റിത്തടത്തിലൂടെയും എല്ലാം ഞാൻ പറഞ്ഞില്ലേ, കാറ്റ് പറഞ്ഞു എന്ത്, കാറ്റെന്നോട് പറഞ്ഞു എന്ത്? കവി പറയാണ്, കാറ്റെന്നോട് പറഞ്ഞു സുലൈമാന്റെ മോതിരത്തിൽ മുഹമ്മദ് എന്ന് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒഴിപ്പെടാതിരിക്കാൻ കഴിയൂല. അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തതവ്വറ, അതിങ്ങനെ ഘട്ടം ഘട്ടമായി പരിണമിച്ചു വന്നു. ഫിൽ അത്വാരി, പല ഘട്ടങ്ങളിലൂടെയും. ഫീ കുല്ലി ഹൈക്കലിൻ, എല്ലാ മഹത്വപ്പെട്ട വ്യക്തികളിലുമുള്ള ആ വ്യക്തിയിലൂടെ അങ്ങനെ ബദാ, ഈ വ്യക്തി വെളിവായിലിന്നാസി, മാലോകർക്ക് കർമ്മൻ, നേതാവായിട്ട്, മുഖദ്ദസൻ, പരിശുദ്ധനാക്കപ്പെട്ട നിലയിൽ ഉള്ള നേതാവായി വെളിവായി. പിന്നെ മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ കൽപ്പനയും കൊണ്ട് ഈ മനുഷ്യൻ പൊതുമധ്യത്തിൽ വന്നു. യദുഉ, ക്ഷണിക്കുന്ന നിലയിൽ, മുബശ്ശിറൻ, ക്ഷണിച്ചുകൊണ്ട്, മുബശ്ശിറൻ, സന്തോഷവാർത്ത അറിയിക്കുന്ന നിലയിലും, നദീറൻ, മുന്നറിയിപ്പ് നൽകുന്ന നിലയിലും, ശകൂറൻ, അള്ളാഹുവിനെ ഏറ്റവും നന്ദി ചെയ്യുന്ന നിലയിലും, ദാക്കിറൻ, അള്ളാഹുവിനെ ഏറ്റവും ഓർക്കുന്ന നിലയിലും, മുഖദ്ദിസൻ, അള്ളാഹുവിനെ ഏറ്റവും പരിശുദ്ധനായി വാഴ്ത്തുന്ന നിലയിലും വന്നു ഈ വ്യക്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. وجاء بأمر الله يدعو مبشرا نذيرا شكورا ذاكرا ومقدسا. നമ്മൾ ഒരു നീന്തൽക്കുളത്തിൽ ഒരു ഡോൾഫിനെ ഇട്ടു. ഒരു ഉപമ പറയാം, ഒരു ഉപമ. നമ്മളൊരു നീന്തൽക്കുളത്തിൽ ഒരു ഡോൾഫിനിട്ടു. വളരെ ആഴമുള്ള ഒരു നീന്തൽക്കുളത്തിൽ നമ്മളൊരു ഡോൾഫിനെ ഇട്ടു. അപ്പോൾ ഡോൾഫിന് ഒരു പതിവുണ്ട്. എന്ത്? ഡോൾഫിന് രാവിലെ എന്താ പറയുക, 6 മണിയുടെയും രാവിലെ 6 മണിയുടെയും 7 മണിയുടെയും ഇടയിൽ ജലോപരിതലത്തിലേക്ക് ഡോൾഫിൻ വരും എന്ന് സങ്കല്പിക്കും. ബാക്കിയുള്ള നേരം വെള്ളത്തിനടി കിടക്കും. എങ്കിൽ ആളുകൾ മുഴുവനും വന്ന് അതിൻ്റെ കരയിൽ കാത്തു നിൽക്കും. ആ സമയത്ത് മനസ്സിലായോ? ആരെ കാണാൻ? ഡോൾഫിനെ കാണാൻ. അപ്പോൾ ആ കുളത്തിൽ ഏറ്റവും സുമോഹനമായ സമയം ഏതാ? രാവിലെ 6 മണിയുടെയും 7 മണിയുടെയും ഇടയിൽ. എന്നാൽ ഡോൾഫിൻ അവിടെ ഫുൾ ടൈം ഇല്ലേ? ഉണ്ട്. അപ്പോ ആ കുളത്തെ സംബന്ധിച്ചിടത്തോളം നല്ല കാലം ഏതാണ്? രാവിലെ 6 മണിയുടെയും. ഇതിനാണ് ഖൈറുൽ ഖുറൂനി ഖർനി എന്നറിയാം. ഏറ്റവും നല്ല കാലം എൻ്റെ നാലമാണ്, ഞാൻ വെളിവായ കാലം. അതിൻ്റെ മുമ്പോ ഞാൻ കുളത്തിലുണ്ട്, ഇന്നാരും കാണൂല, അന്തള്ളവരെ കാണുള്ളൂ, തിരിഞ്ഞില്ല. അതാണ് ഖൈറുൽ ഖുറൂനി ഖർനി എന്ന വാക്കിൻ്റെ അർത്ഥം.
ആദം മുതൽ അവസാന വ്യക്തി വരെ ഞാനുണ്ട് ഇവിടെ. ഞാൻ വെളിവായത് 570-ൻ്റെയും 632-ൻ്റെയും ഇടയിലാണ്. അതാണ് ഏറ്റവും നല്ല കാലം. എന്തുകൊണ്ട്? അതാണല്ലോ കാലം. എന്തുകൊണ്ട്? നമ്മളവിടെ നിൽക്കുന്നത് ഇത് കാണാനാണ്. നമ്മളതിൻ്റെ പുറത്ത് അതിൻ്റെ കരയിലുള്ള എന്താ പറയുക, വലിയ ഹോട്ടലിൽ 1 ലക്ഷം പിന്നെ വാടകയും കൊടുത്ത് ഫ്ലാറ്റിൻ്റെ മുകളിൽ തന്നെ ഡോൾഫിനെ കാണാനാണ്. അത് കാണുന്ന ഘട്ടത്രയേ ഉള്ളൂ. ഞാൻ വെളിവായ ഘട്ടം ആണ് ലോകത്തെ ഏറ്റവും നല്ല കാലം. ഇരുന്നൂറ് കോടി വർഷങ്ങളും എങ്കിലും ആയിട്ടുണ്ടാവും സൂര്യൻ പുറത്തു വന്നിട്ടെന്നാണ് ഒരഭിപ്രായം. 200 കോടി വർഷങ്ങൾ. അപ്പോൾ അതിൻ്റെയും മുമ്പ് കാലല്ലേ ഏറ്റവും നല്ല കാലം? ഏതാ ഏറ്റവും നല്ല കാലം? എൻ്റെ കാലമാണ് പറഞ്ഞാൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് അങ്ങനെയാണോ പൊട്ടതിൻ്റെ അർത്ഥം? കാലത്തെ പടച്ച് കാലത്തെ അവസാനിപ്പിക്കുന്ന ഈ ഡൈമെൻഷന്റെ ഉള്ളിൽ ഏറ്റവും നല്ല കാലം, ഗോൾഡൻ ടൈം, ഞാൻ വെളിവായ കാലമാണ്. ഞാൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തുണ്ടാകാന്നേ ഉള്ളൂ, അകത്തും ഞാനുണ്ട് എന്ന് ഇബ്നു ഖയ്യിം വരെ പറഞ്ഞു. ഇബ്നു തൈമിയ്യ, ഇബ്നു ഖയ്യിം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റൗള ഷരീഫിൽ ഇപ്പോഴും മരിക്കാതിരിക്കുന്നുണ്ട്. മുഹമ്മദ് മുസ്തഫ, അതിൽ വേറൊരു ജീവിതം അവിടെ താഴെ ജീവിക്കുന്നുണ്ട്. മുഹമ്മദ് മുസ്തഫ ആര് സലാം പറഞ്ഞാൽ റസൂൽ സലാം മടക്കും. റസൂൽ സലാം മടക്കലാണല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മളെന്തിനാ മതി എന്തോന്ന്? അള്ളാഹുവിൻ്റെ ഹബീബിന് അസ്സലാം അലൈക്കും ദ്വാരക്കൽപ്പെടുന്നു ദ്വാരക്കാലോ അസ്സലാം അലൈക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് അവിടുന്ന് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെയാണല്ലോ കാര്യം. അങ്ങനെയാണ് അടുത്ത് നമ്മളെത്തി. അത് നമ്മളതിനു വേണ്ടി അധ്വാനിച്ചു. ഒരു നിരക്ക് നബിക്ക് അടുക്കൽ അകലൽ എന്നില്ല. നമ്മൾ വീട്ടിൽ നിന്നാൽ നബിയെ കാണാൻ, നബി നമ്മളെ കാണാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കും നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നബിയുടെ അടുത്ത് പോയി, അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ചു. നമ്മൾ അസ്സലാമു അലൈക്കും, നമ്മളിപ്പോൾ ഇവിടുന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ റസൂൽ മടക്കൂലേ? മടക്കോലോ. മാ മിൻകും മിൻ അഹദിൻ യുസല്ലി വയുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം. ഒരാൾ ദുനിയാവിൽ ഇവിടുന്ന് എനിക്ക് സലാം പറഞ്ഞാലും ഞാൻ സലാം മടക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സലാം മടക്കും. പക്ഷെ അവിടെ നമ്മൾ അധ്വാനിച്ച് പോയപ്പോൾ നബിക്കൊരു ഇഷ്ടം വരും. എന്നെ കാണാനായിട്ട് അധ്വാനിച്ച് വന്നല്ലോ. അവിടെ ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ വെളിവായി വന്ന കാലം അതിൻ്റെ ഉള്ളിലുണ്ട്. ഡോൾഫിന് കുളത്തിലുണ്ട്, ആരും കാണൂല എന്നേ ഉള്ളൂ. ഡോൾഫിനുണ്ട്. ആ കുളത്തിൻ്റെ മാത്രം അതിൽ ഡോൾഫിൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഡോൾഫിൻ വെളിവാവുന്നവരെ മണിക്കൂറുണ്ട്. അതാണ് സുവർണകാലം. ഇനി 200 കോടി വർഷമല്ല, ഇനി കോടാനക്കോടി വർഷങ്ങൾ, 900 കോടി വർഷങ്ങളായി സൂര്യൻ ഉണ്ടായിട്ട് എന്ന് പറയുകയാണെങ്കിലും ആ കാലത്തിനും അപ്പുറമുള്ള കാലത്തെയും കൂട്ടി ലോക അവസാനത്തെ ഒറ്റ ഡയമെൻഷനിൽ മൊത്തം കാലത്തെ ചുരുട്ടി കൂട്ടിയിട്ട് അതിന് ആയിരിക്കും പോലെ അരിച്ച എസൻസ് എടുത്താൽ ഏറ്റവും നല്ല കാലം ഞാൻ വിളിച്ചെത്തുന്ന കാലമാണ്. അതതിനർത്ഥം. അതാണ് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന. ഇത്രയേ ഉള്ളൂ. പിന്നെ എന്നെ കണ്ടോര കാലമാണ്, പിന്നെ എന്നെ കണ്ടോരുടെ കാലമാണ്. കഴിഞ്ഞു. കാലത്തിനെ പി പറഞ്ഞ് ഞാനുള്ള പള്ളിയല്ല, ലോകം പള്ളിയാണ് ആ മനുഷ്യൻ്റെ ഉണ്ടെങ്കിൽ. മനസ്സിലായോ പറഞ്ഞേ? ഏറ്റവും നല്ല കാലം ഞാൻ വെളിവായ കാലമാണ്. പിന്നെ അതിനടുത്ത കാലം, പിന്നെ അതിനടുത്ത കാലക്കാരൻ എന്നെ കണ്ടു. അതിനടുത്ത കാലക്കാരോ എന്നെ കണ്ടവരെ കണ്ടു. എന്നെ ഞാനാണ് മാണിക്കക്കല്ല്. ലോകത്തിനൊറ്റ മാണിക്കക്കല്ല് ഞാനാണ്. ലോകത്തിനൊരു മാണിക്കക്കല്ല് അത് ഞാനാണ്. ഞാനാണ് ഏറ്റവും നല്ല കാലം. പിന്നെ ഇബ്രാഹിം നബിയുടെ കാലമായിരിക്കും. അങ്ങനെയാണോ? അങ്ങനെയും പറയല്ലോ. രണ്ടാമത്തെ കാലം ഇപ്പം കിട്ടൂല, അത് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞു പോയി. പിന്നെ മൂന്നാമത്തെ നല്ല കാലം എന്ന് പറഞ്ഞാൽ അത് നൂഹ് നബിയുടെ കാലമാണ്. അതും കഴിഞ്ഞു. അങ്ങനെയാണോ? ഞാൻ എന്നെ പ്രത്യക്ഷത്തിൽ കാണുക, പിന്നെ കണ്ടോരെ കാണുക, പിന്നെ കണ്ടോരെ കാണുക, കഴിഞ്ഞു. അത്ര തന്നെ. അതാണ് അവിടെയാണ് ലോകം. അതിന് അത്രേ ആവശ്യമുള്ളൂ.
അതാണ് കണ്ടാവത്. ഉള്ളിൻ്റെ ഉള്ളിൽ കയറിയ ചേഞ്ച് ആവും. റസൂലുള്ള കൽബിൻ്റെ ഉള്ളിൽ കയറിയ ചേഞ്ച് ആയി, നമുക്ക് ചേഞ്ച് വരും, എല്ലാം മാറും, നമ്മളെ അടിയും മുട്ടിയും മാറും റസൂലുള്ള കൽബിൻ്റെ ഉള്ളിൽ കയറിയാൽ. അല്ലെങ്കിൽ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കും, എന്നിട്ട് നേരം വെളുത്താൽ ജനങ്ങളെ പറ്റിക്കും. നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ച് നേരം വെളുത്താൽ ജനങ്ങളെ പറ്റിക്കും. നബി കൽബിൻ്റെ ഉള്ളിൽ കയറിയാലോ തഹജ്ജുദ് ചിലപ്പോൾ നിസ്കരിച്ച് നാട്ടിനെ പറ്റിക്കൂല. മനുഷ്യന്മാർക്ക് വേണ്ട തഹജ്ജുദ്കാരല്ല, പറ്റിക്കാതക്കാരാണ്. അവൻ്റെ ഒപ്പം എൻ്റെ മകളെ ഉള്ള ഫ്ലൈറ്റിൽ പറഞ്ഞാൽ ഒന്ന് തൊട്ടടുത്തിരുന്നിട്ട് ഒന്ന് തോണ്ടാതിരിക്കുക, അത് തന്നെയാണ് വേണ്ടത്. പിന്നെ വല്ലാതെ അനാവശ്യം നോക്കാതിരിക്കുക, ആ കുട്ടീനെ അനാവശ്യം പറയാതിരിക്കുക. വലിയ വലിയ ആളുകൾ പറഞ്ഞ അനാവശ്യമാണ് ഇപ്പം കേരളത്തിലെ ചർച്ച. അങ്ങനെ പറയാമെന്നും പറയാൻ പാടില്ല എന്നും. ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ കേരളത്തിലെ ചർച്ച. ആരത് പറയണത്? ഈ കേരളത്തിലെ ഇന്ന് സാംസ്കാരിക കേരളത്തിലെ ഏറ്റവും വലിയ ധനാഢ്യന്മാരാണിത് പറയുന്നത്. അങ്ങനത്തെ ഒരു കേരളത്തിൽ ജീവിക്കേണ്ടി വന്നത് ഞാൻ ലജ്ജിക്കുക. ഒരാഴ്ച കേരളത്തിലെ ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു ഏതോ ആളല്ല, ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു സമൂഹത്തിലെ അത്രയും വലിയ ഉന്നതനായി പരിഗണിക്കപ്പെടുന്ന ക്രീമി ലെയറിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞൊരു വഷളത്തരം ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ കേരളം അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ സംസ്കാരം? മറ്റൊരു വസ്ത്രം ധരിച്ചോലും അതൊക്കെ വേറെ വർത്താനങ്ങളാണ്, അതൊക്കെ വേറെ. എന്നും വസ്ത്രം കുറച്ച് ധരിച്ചോലും മോശമായി ധരിച്ചോലും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷെ മാന്യത പുലർത്തണം. ഗാന്ധിജിയുള്ള കാലത്ത് മോശപ്പെട്ട വസ്ത്രം ധരിച്ചവരുണ്ട്, പക്ഷെ ഗാന്ധിജി എന്തെങ്കിലും ഒരു അനാവശ്യം ഒരാൾ പറഞ്ഞിട്ടില്ല. എൻ്റെ പെണ്ണുങ്ങൾ മോശമായ വസ്ത്രം ധരിക്കൽ ഇപ്പോൾ ഈ 10 കൊല്ലം തുടങ്ങിയിട്ടുള്ളൂ? അല്ല, പല കാലത്തുണ്ട് മോശമായ വസ്ത്രം ധരിച്ചവർ. എന്നിട്ട് എൻ്റെ ഗാന്ധിജിയെ പറ്റി അങ്ങനത്തെ റിപ്പോർട്ടിന് അവർക്ക് മാന്യന്മാരാണ്. ഒരാൾ മാന്യത കണക്കാക്കൽ അങ്ങനെയാണ്. ഇത് ഏതോ ആളാണെങ്കിൽ നമുക്ക് പോക്കെ, നമ്മുടെ സംസ്കാര സമൂഹത്തിൻ്റെ മുന്നിൽ നിർത്താവുന്ന ആളുകൾ, പലപ്പോഴും സമൂഹം മുന്നിൽ നിർത്തിയ ആളുകൾ. ഞാനവരെ കുറ്റല്ല, ഞാൻ ലജ്ജിച്ച് പറയാണ്. എനിക്ക് അവരോടൊന്നും വിരോധമില്ല. നമ്മുടെ സമൂഹം എത്ര അത് ചർച്ച ചെയ്യേണ്ടി വന്നല്ലോ നമ്മുടെ സമൂഹത്തിന്. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് നോക്കി നിങ്ങൾ എന്താണ് നമ്മൾ കാത്തപ്പത്തിന് ജീവിതത്തിൽ വാൽക്കണ്ണിലൂടെ നോക്കാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ വാൽക്കണ്ണി നോക്കിയില്ല, അങ്ങനെ നോക്കിയില്ല. ഒരാൾക്ക് ഇങ്ങനെ തിരിഞ്ഞ് കൈ കൊടുത്തിട്ടില്ല ജീവിതത്തില്ല. ഒരാളിലേക്ക് തിരിഞ്ഞാൽ ബിക്കുല്ലിയത്തി റസൂലുള്ള അയാളിലേക്ക് യുവാജു. ഒരാളെ മുന്നിടുകയാണെങ്കിൽ ബിക്കുല്ലിഹി പൂർണ്ണമായി മുന്നിടും. നിനക്ക് ഇവനോട് വർത്താനം പറയുമ്പോൾ നിനക്ക് കൈ ഇങ്ങനെ തരൂല, നിന്നോട് വർത്താനം പറയാൻ നിന്നിലേക്ക് തിരിയും. നിന്നോട് കൈ തന്നിട്ടുണ്ടെങ്കിൽ നീ കൈ അയച്ചു തുടങ്ങിയാലല്ലാതെ നബി കൈ വലിക്കൂല. നബി ആദ്യം കൈ വലിക്കൂല. ഞാനിപ്പോൾ കൈ വന്നു, ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീരസം ഉണ്ടാവില്ലേ? അത് സ്വാഭാവികമായി നമ്മൾ രണ്ടാളും അറിയാതെ കൈ വേർപ്പെടണം. അതാണ് കൈ കൊടുക്കൽ. അത് നമ്മൾ അറിയുന്നില്ല, അറിയാതെ വേർപ്പെടണം. ഞാൻ പെട്ടെന്ന് കൈ വലിച്ചോ, ഞാൻ ഉന്നതനായി. എന്നെക്കാളും ഉന്നതന്മാർക്കാണ് കൈ കൊടുക്കാൻ സമയമില്ലാതിരിക്കുക. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് കൈ കൊടുത്താൽ അയാൾ കൈ വലിക്കാതെ നബി കൈ വലിക്കൂല. പൂർണ്ണമായി അല്ലാതെ ഒരാളോട് മുന്നിടൂല. നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്ന് ജാബിറേ എന്താ വർത്താനം റസൂലുള്ളാഹിക്കില്ല. അവൻ്റെ കാര്യത്തിൽ അവനിലേക്ക് പൂർണ്ണമായി വിടും. അവൻ്റെ വിഷയം തീരാതെ വേറൊരാളിലേക്ക് തിരിയില്ല. അതൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുക, അതിനെല്ലാവരും മനുഷ്യനാണ് കഴിയുക. അതൊക്കെ എങ്ങനെയാണ് എനിക്കറിയില്ല. എന്നാൽ ഒരാൾക്കും എന്ത് തോന്നില്ല, നമ്മൾ നേരം വൈകിയാൽ തോന്നുന്നില്ല. എന്താണ് അങ്ങനത്തെ ഒരു പൂർണ്ണ മനുഷ്യൻ? ഈ ഭൂമിയിൽ കാലമുണ്ടായിട്ടുണ്ട് എങ്കിൽ കാലത്തിൻ്റെ സുവർണകാലം നബിയിൽ ഈ ഭൂമിക്ക് മുകളിൽ വെളിവായ കാലം മാത്രമാണ്. അതാണ് കാലം. ആ കാലത്തെയാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കവികൾ വർണ്ണിച്ച് കരഞ്ഞ്. അക്കാലത്ത് നമ്മൾ ജീവിച്ചില്ലല്ലോ. ഞാനിങ്ങനെ ആലോചിച്ചു, ഇന്നലെയൊക്കെ എൻ്റെ മനസ്സിൽ അതാണ്. അല്ലാഹ്, അക്കാലത്ത് ഒരു കഴുതയാൽ മതി. റസൂലുള്ളാഹി യർകബുൽ ഹിമാറ, കഴുതപ്പുറത്ത് യാത്ര ചെയ്യും.
ഇന്നൊരു മുസ്ലിമായി വയള്ളനായി നടക്കുന്നതിനേക്കാൾ നല്ലത് അക്കാലത്തിൽ കഴുതിയാകലാണ്. അതിൻ്റെ പുറത്ത് റസൂൽ കയറുമല്ലോ. അതിന് വലിയതെന്താ? അത്രയല്ലേ ആവശ്യമുള്ളൂ. എന്തുകൊണ്ട് ആ മനുഷ്യൻ നീതിയുടെ ഒരു കട്ടയാണ്. നീതിക്കെതിരായ ഒരു കാര്യം നടക്കൂല, ഒരു പരിപാടി നടക്കൂല. അന്ന് ജീവിക്കുന്ന മനുഷ്യൻ്റെ സന്തോഷമാണത്. ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭക്ഷണമുണ്ട്, സൗകര്യമുണ്ട്, വസ്ത്രമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, സന്തോഷമില്ല. എന്തുകൊണ്ട്? ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ച് തരാൻ പറ്റിയ ഒരാൾ ഇല്ല. ആരെങ്കിലും അടുത്തേക്ക് നിങ്ങൾ ഒരു വണ്ടി വിളിച്ചാണ് പോവുകയാണെങ്കിൽ ദയവായി ഞങ്ങളോട് പറയാം, നിങ്ങൾ പോകരുത്. കാരണം ആ പെട്രോൾ കൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് ബ്രോസ്റ്റ് വാങ്ങി കൊടുത്താൽ കാര്യം നടക്കൂല, ഒരു കാര്യം നടക്കൂല, നഷ്ടം. അള്ളാഹുവിന്റെ കൽപ്പനയും കൊണ്ട് ആൾ പ്രത്യക്ഷപ്പെട്ടു. യദൂ ക്ഷണിച്ചുകൊണ്ട്, മുബശ്ശിറൻ സന്തോഷ വാർത്ത അറിയിക്കുന്ന നിലയിൽ, നദീറൻ മുന്നറിയിപ്പ് നൽകുന്ന നിലയിലും, ഷക്കൂറൻ അള്ളാഹുവിനെ ഏറ്റവും നന്ദി ചെയ്യുന്ന നിലയിൽ, ദാക്കിറൻ അള്ളാഹുവിനെ ഏറ്റവും സ്മരിക്കുന്ന വ്യക്തിയായ നിലയിൽ, മുഖദ്ദിസൻ അള്ളാഹുവിന്റെ പരിശുദ്ധതയെ ഏറ്റവും വാഴ്ത്തുന്ന നിലയിലും. ഹദല്ലാഹു അഖ്വാമൻ ഖഫൗഹു വജില്ലതൻ വലല്ലാല ഖൗമൻ ഖദ് ഖലൗഹു വതംസാ. ഹദല്ലാഹു അല്ലാഹു തആല നിർമാർഗ്ഗത്തിലാക്കിയ അഖ്വാമൻ പല ജനങ്ങളെയും, ഖഫൗഹു ഈ വ്യക്തിയോട് പിന്തുടർന്ന, അജില്ലതൻ തലമുറകളായിട്ട്. ആരൊക്കെ ഈ വ്യക്തിയോട് പിന്തുടർന്നോ അവരെല്ലാം അല്ലാഹു വെളിച്ചം കൊടുത്ത് അനുഗ്രഹിച്ചു. اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم اللهم ضلل قوما. ഒരു ജനത്തെ അല്ലാഹു വഴികേടിലാക്കി. ഖദ് ഖലൗഹു ആ ജനത ഈ വ്യക്തിയെ ഉപേക്ഷിച്ചു. വതമ്മസ അവരുടെ ചരിത്രം തന്നെ അല്ലാഹു തആല മായിച്ചു കളഞ്ഞു. അവർക്കിന്ന് നന്മയുടെ അവശിഷ്ടങ്ങൾ പോലുമില്ല. ഏത് ജനതയും ആ ജനത മുഹമ്മദിലൂടെ ജീവിക്കൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരൊക്കെ ഈ മനുഷ്യനെ ഉപേക്ഷിച്ചോ അവർക്ക് അടയാളം പോലും ഇല്ല, ഒന്നുമില്ല. ഹദല്ലാഹു, ഒന്നുകൂടി നോക്ക്. ഹദല്ലാഹു അഖ്വാമൻ ഖഫൗഹു അജില്ലതൻ വലല്ലാല ഖൗമൻ ഖദ് ഖലൗഹു വതമ്മസാ. ഹദല്ലാഹു അല്ലാഹു തആല വെളിച്ചം കൊടുത്ത് നേർമാർഗത്തിലാക്കി അനുഗ്രഹിച്ചു. അഖ്വാമൻ പല ജനങ്ങളെയും, ഖഫൗഹു ഈ വ്യക്തിയോട് പിന്തുടർന്നവരായ, അജില്ലത്തൻ തലമുറകളായിട്ട്. ജീലൻ ബഅദ ജീലിൻ ഒരു തലമുറക്ക് ശേഷം വേറൊരു തലമുറ, അനവധി തലമുറകൾ ഈ വ്യക്തിയോട് പിൻപറ്റി. ആ വ്യക്തികളെ മുഴുവനും അല്ലാഹു അവന്റെ പരിശുദ്ധമായ വെളിച്ചം കൊടുത്ത് അനുഗ്രഹിച്ചു. പിന്നെ വളല്ലല ഖൗമൻ ഒരു ജനത്തെ അല്ലാഹു വഴികേടിലാക്കി. ഖദ് ഖലൗഹു ആ ജനത ഈ വ്യക്തിയെ ഉപേക്ഷിച്ചു. വതമ്മസ അവരുടെ ചരിത്രം അല്ലാഹു മായിച്ചു കളയുകയും ചെയ്തു. അവർക്കിന്ന് ചരിത്രം ഒന്നുമില്ല. മരുഭൂമിയിലൂടെ ഒട്ടകം ഓടിച്ചു പോകുമ്പോൾ എന്താണുള്ളത്? അറബികൾ പറയും, ഇവിടെയായിരിക്കും, ഈ കിടങ്ങിലെവിടെയായിരിക്കാം അബൂലഹബിൻ മരിച്ചുപോയത്. അത്രയേ ഉള്ളൂ, ഒരു അടയാളം പോലും ബാക്കിയില്ല. അതേ സമയത്ത് ബിലാൽ എവിടെ അറിയും? ബിലാലിൻ്റെ ഖബർ എവിടെയാ? അബ്സീനിയക്കാരൻ അടിമയാ. മനസ്സിലായോ പറഞ്ഞത്? അബ്സീനിയക്കാരൻ അടിമയാ ബിലാലിൻ്റെ ഖബർ സിറിയയിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ബിലാലിനെ കാണാൻ. ആരാ ബിലാൽ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടപ്പെട്ട സർവന്റാണ്. ഞാൻ സിറിയ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു 2010. പോകുന്നതിന് മുമ്പ് സിറിയയിൽ കലാപം പൊട്ടി, പോകാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ പഴയ പാസ്പോർട്ടിൽ സിറിയക്കാരെ വിസ അടിച്ചതുണ്ടായിരുന്നു. സിറിയൻ എംബസി പോയി വിസ അടിച്ചു വന്നു. എന്തിന്? ബിലാലിനെ സിയാർത്ത് ചെയ്യാൻ. സയ്യിദ്ന ബിലാൽ റളിയല്ലാഹു അൻഹു സിയാർത്ത് ചെയ്യാൻ വേണ്ടി സിറിയ പോകാൻ അടിച്ചു. ഇപ്പം എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ ഇറാഖിൽ പോയിട്ട് അനസിൻ്റെ ഖബർ കണ്ടിട്ടില്ല റളിയല്ലാഹു അൻഹു. ഈ അടുത്തൊരാളെ പ്രസംഗം കേട്ടു, അനസിൻ്റെ ഖബർ റളിയല്ലാഹു അൻഹു മഖ്ബറായി തന്നെ കെട്ടിയിട്ടുണ്ട്.
സദ്ദാം ഹുസൈൻ മക്ബറ പുതുക്കപ്പെടുന്നു. അത് മുതൽ എൻ്റെ മനസ്സിലൊരു വല്ലാത്തൊരു തുടികൊട്ടലാണ്. അന്ന് ഇറാഖിൽ ഒന്നും കൂടെ പോകണം. പിന്നെ ഈ ആഴ്ചക്ക് എൻ്റെ മനസ്സിൽ ഇറാഖിൽ പോകാൻ. എന്തുകൊണ്ട്? ഹബീബ റസൂലുള്ളാഹിനെ 10 കൊല്ലം പരിചരിച്ച ആളാണ് ആര്? അനസിൻ്റെ ഖബറൊന്ന് പോയി കാണണം. എൻ്റെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് എൻ്റെ ജീവിതത്തിലാഗ്രഹം. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം പിറ്റത്തെ കൊല്ലം പോകണം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇറാനിൽ പോകാൻ വലിയ ആഗ്രഹമുണ്ട്. ഇറാനിൽ പോകാൻ വലിയ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട്? ഇമാം ഗസാലിയുടെ ഖബർ കാണാൻ റളിയല്ലാഹു അൻഹു. ഞാൻ പലപ്പോഴും ഇറാഖിൽ പോകുമ്പോൾ ഗസാലി ഇമാമിൻ്റെ ഖബർ കാണാറുണ്ട്. പക്ഷെ അന്ന് എൻ്റെ മനസ്സ് പറയുന്നത് ഗസാലി ഇമാമിൻ്റെ ഖബറല്ല. അക്കാലത്ത് ഗസാലി അവിടെ ജീവിച്ചപ്പോൾ ആ വീടിനെ ചിലപ്പോൾ ആളുകൾ പിന്നീട് ബഹുമാനിച്ചിട്ടുണ്ടാകാം. ഇമാം ഗസാലിയുടെ ഖബർ ഇറാനിൽ തൂസ് എന്ന സ്ഥലത്താണ്. തൂസ്, അതെ അതെ, തൂസില്. ഇറാനില്ല? ഇറാനിൽ എവിടെയാ? ഷിറാസില. അവിടുന്ന് എത്രണ്ട് തൂസിലേക്ക്? ആ പ്രവിശ്യാണ് തൂസ്. തൂസിലേക്ക് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്ന് വന്നു? ഇനി ഇറാനിലേക്ക് തിരിച്ചു പോകും. ഇറാനിലേക്ക് എന്താ അവിടെ നിങ്ങൾ ചെയ്യുന്നത്? കൃഷിയാ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, നല്ല മോന്. നിങ്ങളെ ഞാൻ കാണാൻ കാത്തിരിക്കുക. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമായി. നിങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇറാനിൽ കൃഷിയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഞാൻ അതിൽ അൽഹംദുലില്ലാഹ്. അപ്പോൾ അല്ലാഹു ഒരാളെ തന്നത് നിങ്ങളെ. എനിക്ക് എല്ലാ ആഗ്രഹം ഇറാനിൽ വരാൻ. എന്തുകൊണ്ട്? ഇമാം ഗസാലി തങ്ങൾ അങ്ങനത്തെ ഒരാളില്ല. കേവലം സിയാറത്ത് ബർക്കത്തെടുക്കലൊന്നല്ല എൻ്റെ ഉദ്ദേശം. ആ ഒരു ആൺകുട്ടീനെ ജീവിതകാലത്ത് കണ്ടില്ല. അപ്പോൾ ആ ഖബറെങ്കിലും ഒന്ന് കാണാമല്ലോ. ബർക്കത്തെടുക്കാൻ നമുക്ക് നല്ലത് അള്ളാഹു ഹബീബിലേക്ക് പോലല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗസാലി ഇമാമിൻ്റെ ഖബർ കൊണ്ട് ബർക്കത്തെടുക്കലല്ല എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം ഗസാലിനെ കാണലാണ്. ആ കല്ലും മണ്ണിൻ്റെ ഉള്ളിൽ ഇമാം ഗസാലി ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു ആൺകുട്ടി ഈ ലോകത്ത് പിന്നെ ജനിച്ചു എന്നൊരാൾ പറഞ്ഞാൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യും. അതാണ് ഇമാം ഗസാലി. അങ്ങനത്തെ ഒരു ആൺകുട്ടിയില്ല, എൻ്റെ കാഴ്ചയിലില്ല, കിട്ടൂല. അങ്ങനത്തെ ഒരു ആൺകുട്ടിയെ കിട്ടൂല. അത് ഇമാം ഗസാലി, അത് ഹുജ്ജത്തുൽ ഇസ്ലാം തന്നെയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. പറഞ്ഞാൽ അതിന് മാത്രം 2 മുതലാണ്. അത് മുതലാണ്. 55-ാമത്തെ വയസ്സിൽ മരിച്ചു. നമുക്കൊക്കെ 55 കഴിഞ്ഞൊരു കാലത്തിൽ 55-ാമത്തെ വയസ്സിൽ മരിച്ചു. നെല്ലും പതിരാണ് തീർത്തു ഇമാം ഗസാലി. അപ്പോൾ എനിക്ക് ഇറാനിൽ വരാൻ വലിയ ആഗ്രഹമാണ്. ഇപ്പോൾ ഈ മസാറ ഷരീഫിനെ പറ്റി പഠിച്ചു നോക്കുമ്പോൾ അഫ്ഗാനിൽ പോകാനും ഉദ്ദേശമുണ്ട്. ഞാൻ ഇന്നലെ ഒരാളോട് അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു നല്ല ഹോട്ടലൊന്നും കിട്ടൂല, നിങ്ങൾ ഗ്രാമീണരുടെ ഭക്ഷണം കഴിച്ചു. അവരെ ആയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല. ചെയ്യാം, എപ്പോഴും തയ്യാറാണ്. ആവശ്യക്കാർക്ക് പറയാം. അഫ്ഗാനിലും ഇറാനിലും പോവുക, എന്നിട്ട് ഇറാഖിൽ പോയിട്ട് പിന്നെ ഒറ്റ യാത്ര. അഫ്ഗാന്, ഇറാന്, ഇറാഖിൽ പോയി അലി റളിയല്ലാഹുവിനെയും ഹസൻ ഹുസൈനെയും കണ്ട് നേരെ പോയി അനസ് റളിയല്ലാഹുവിനെ സിയാറത്ത് ചെയ്ത് പോരും. സിറിയയിലെ പ്രശ്നങ്ങൾ ബിലാൽ തങ്ങളെ ഇവരൊക്കെ നമ്മൾ ആഗ്രഹിക്കണം. എന്തുകൊണ്ടാണ്? അവരൊക്കെ അള്ളാഹിൻ്റെ ഹബീബിനെ തൊട്ടു. അള്ളാഹിൻ്റെ ഹബീബിനെ അവർ തൊട്ടു. അതുകൊണ്ടാണ് അവരോട് നമുക്ക് സന്തോഷം. ആണോ അല്ലേ? അപ്പം മർമ്മ ആരാ? നമ്മൾ ആമിന ബിബി അബ്ദുള്ള എന്നവർ എത്ര വർത്താനം നമ്മൾ പറഞ്ഞു. നമ്മളെ വാപ്പാനിമാനും കുറ്റം നമുക്ക് വിഷയമില്ല, സുൽത്താന്മാരും നമുക്ക് വിഷയമാണ്. എന്തുകൊണ്ട്? റസൂലാണ് വലിയ ആള്. ആ മാണിക്കക്കല്ലിനെതിരെ ഒന്നും പറഞ്ഞ് നമ്മൾ അംഗീകരിക്കൂല. അഹ്ലു ബൈത്തിൽ വരെ നേരിയ അബദ്ധം ഉണ്ടാകുമ്പോഴത്തേന് നമ്മൾ ചാടുന്നത് നിങ്ങൾ വിചാരിച്ച ഭൗതിക ലാഭ ഉദ്ദേശിച്ചതല്ല. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മക്കൾക്ക് അബദ്ധങ്ങൾ വരാൻ പാടില്ല. പ്രത്യേകിച്ച് ജനങ്ങൾ നിന്ദിക്കുന്ന അബദ്ധങ്ങൾ വന്നാൽ ആ സമൂഹത്തിന് ബലം നഷ്ടപ്പെട്ടു. അതുണ്ടാകാൻ പാടില്ല. നമ്മൾ ഇതൊക്കെ പറഞ്ഞാൽ അവരെ ചെരുപ്പ് തലയിൽ വെച്ച് നിൽക്കാൻ തയ്യാറാണ്. അവർ ചെരുപ്പ് തന്നാൽ അവരെ ചെരുപ്പ് തലയിലേറ്റ് നടക്കും. ഞാൻ എത്ര ദൂരം നടക്കും, അത്ര ദൂരം നടക്കും. അതൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ ഈ നേതാക്കന്മാർ, ഈ സാദിഖലി തങ്ങളുടെയും ജിഫ്രി തങ്ങളുടെയൊക്കെ ചെരുപ്പിനോട് ഒരു കൊല്ലയേറ്റണം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും തയ്യാറാണ്. ഞാൻ ഏറ്റി നടക്കും. പക്ഷേ അബദ്ധങ്ങൾ പറയുമ്പോൾ ഉണ്ടാവുമ്പോൾ വിമർശിക്കുന്നത് അവരോടുള്ള കുറ്റമല്ല. അവരുടെ ഈ പരിശുദ്ധമായ പ്രസിദ്ധി നഷ്ടപ്പെട്ടു പോയാൽ ലോകത്തിന് വലിയ നഷ്ടമാണ്.
കാരണം അവരെ ജനങ്ങൾ കാണുന്നത് ബഖിയത്ത് മുഹമ്മദായിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മൂത്തടുത്ത ഹംസാജിൻ്റെ മകൻ എന്തേലും പറ്റിയ ഒന്നും പറ്റാനില്ല. കാരണം ഹംസാജി അല്ല ലോകത്തിൻ്റെ നേതാവ്, മുഹമ്മദ് മുസ്തഫയാണ്. അവരുടെ പേരെ മക്കൾക്കൊന്നും വരാൻ പാടില്ല. അവരൊരാൾ വിമർശിക്കണമെങ്കിൽ നമ്മൾ നോക്കി, ഇതൊക്കെ പറയുമ്പോഴും ഇവരൊരാൾ വിമർശിച്ചാൽ നമ്മൾ നോക്കിയിരിക്കും. അത് പറയും. ഇതൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ഏതെങ്കിലും ലിബറലിസ്റ്റോ തമ്മാടിയോ ഇവർ വിമർശിച്ചാലോ നമ്മൾ നോക്കിയിരിക്കും. നോക്കി നിനക്ക് എന്ത് ദീനാണുള്ളത്? സത്യല്ലേ? ഇവരൊരാൾ വിമർശിച്ചു നോക്കട്ടെ, അപ്പം നമ്മളെ വിവരം അറിയും. നമ്മളും അവരും തമ്മിൽ പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എന്തുകൊണ്ട്? അതൊക്കെ ദീനാണ്, ദീനതിന് പിന്നിൽ. അതേ സമയത്ത് ദീനില്ലാത്ത ഒരുത്തൻ അവനെ വിമർശിക്കട്ടെ, വിവരം അറിയും. എന്ത് അങ്ങനെ തന്നെയല്ലേ? എന്തുകൊണ്ട്? അവർ ബഖിയത്ത് മുഹമ്മദാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ബാക്കിക്ക് നഷ്ടം വരാൻ പാടില്ല. കാരണം അതാണ് ഒരു വെള്ളം പെടുന്നത്, ശുദ്ധവെള്ളം ബാക്കിയുള്ളത് അതാണ്. അതും കൂടി ചേറായ എവിടുന്ന് ജനങ്ങൾ, അടുത്ത ജനം എവിടുന്ന് കുളിക്കും? നമ്മളെ മേലെ ചെളി പറ്റാൻ നമുക്ക് പ്രശ്നമില്ലാതെ ആകണത് കുളത്തിൽ നല്ല ശുദ്ധവെള്ളം ഉള്ളതുകൊണ്ടാണ്. നമ്മൾ മാത്രമല്ല, ഇവിടെ അടുത്ത തലമുറല്ലേ ഇവര് ശുദ്ധരായി നിലനിന്ന് എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരാളല്ലെങ്കിൽ ഒരാൾ അവരെ പോയി കണ്ട് ആ വിളിച്ചോ സന്തോഷം കിട്ടി പോരലാണ് നമ്മൾ ആവശ്യം. അതിന് അവർ ആ വെളിച്ചത്തിലും സ്വീകാര്യതയിലും ആ ദീനിയായ സ്വീകാര്യതയിലും ലോകാവസാനം വരെ അഹ്ലു ബൈത്ത് ഓരോ കുടുംബവും നിലനിൽക്കണം, എല്ലാ കുടുംബവും നിലനിൽക്കണം. മലയാളക്കരക്ക് അല്ലാഹു നൽകിയത് അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യമാണ്. അതങ്ങനെ തന്നെ നിലനിൽക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം നമ്മളെ കുട്ടികൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓടിച്ചെല്ലാൻ അവരുള്ളൂ. മുർസലീങ്ങളിലേക്കല്ലാതെ ആരിലേക്കാണ് ഓടുക? മുർസലീങ്ങളിലേക്കല്ലാതെ ആരിലേക്കാണ് ഓടാനുള്ളത്? ഇന്ന് ആ മുർസലികളുടെ നേതാവിന്റെ ബഖിയത്താണ് അഹ്ലു ബൈത്ത് നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു, ഞാൻ ഇറാഖിൽ പോകുന്ന ആലിയാരെ കാണാൻ വേണ്ടി മാത്രമാണ്. മൊയ്തീൻ ശേഖരി ഫൈഷൊക്കെ ഉണ്ട്. എൻ്റെ ലക്ഷ്യം ആലിയാരെ കാണാനാണ്. അതന്നെ റളിയല്ലാഹു അൻഹു. അവരെ ഈ ലോകത്താരെക്കാളും എനിക്ക് ഇഷ്ടമാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അതിൻ്റെ അർത്ഥം സിദ്ദീഖ് മഹാനല്ല എന്നല്ല, അവരെക്കാളും മഹാനാണ് സിദ്ദീഖ് ഒരു നിലക്ക്. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കുടുംബത്തിൻ്റെ ബാപ്പ എന്ന നിലക്ക് അവരോളം ആരും വരൂല്ല. അതാണ് അവർ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഞാൻ ഇറാഖിൽ പോയതൊക്കെ അലിയാരെ കാണാനാണ്. രാവിലെ തന്നെ കണ്ണുനീര് വരും. എൻ്റെ അനുഭവം, ഞാൻ അലി റളിയല്ലാഹുവിനെ കാണാൻ പോകുമ്പോഴത്തേനും ഒരു കരയും, മനസ്സിന്ന് കരയും. ആ മക്ബറ ഇതാ ഈ എന്താ ചോദിച്ചു, ഞങ്ങളൊക്കെ കൂടെ പോയിരുന്നു ഒരിക്കൽ. ആ മക്ബറയിൽ ഒരു ഫാത്തി ഓടിയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് നടപ്പിലാകാത്തൊരു കാര്യമില്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ അലി റളിയല്ലാഹു അൻഹു, എനിക്ക് അലിയാർ എവിടെയാണ് അത് എനിക്കറിയില്ല. ചിലപ്പോൾ മസാറ ഷെരീഫിലായിരിക്കാം, ചിലപ്പോൾ കൂഫയിലായിരിക്കാം. അതെവിടെയായാലും നമുക്ക് വിഷയമല്ല, അതെവിടെയായാലും വിഷയമല്ല. ഇപ്പോൾ ഉക്കാശ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട് മക്ബറുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. എനിക്കുറപ്പില്ല ഉക്കാശ റളിയല്ലാഹു മക്ബറയാണ് ആയേക്കാം, മേ ബി. പക്ഷെ എനിക്കത് വിഷയമല്ല. ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ ലക്ഷ്യം ആരെയാണ്? ഉക്കാശയാണ്. ഉക്കാശ പ്രഗൽഭ സ്വഹാബിയാണ്, പ്രഗൽഭ സ്വഹാബിയാണ് ഉക്കാശ റളിയല്ലാഹു അൻഹു. ഞാനവിടെ പോകാറുണ്ട് ഇടക്കിടക്ക്. ഇപ്പോഴും ഞാൻ കുറച്ചാളുകളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ഒഴിവ് കിട്ടിയാൽ ഞാൻ ഈ പുസ്തകം നിറവ് എന്ന പുസ്തകം എഴുതാം. പുസ്തകം എഴുതി കഴിഞ്ഞാൽ ഉടനെ ഉക്കാശ തങ്ങളെ പോയി സിയാറത്ത് ചെയ്യും റളിയല്ലാഹു അൻഹു. പ്രഗൽഭ സ്വഹാബിയാണ്. ഒരിക്കൽ പോന്നപ്പോൾ ഈ ഉണ്ടല്ലോ, ഞങ്ങളവിടെ പോയി സിയാറത്ത് ചെയ്യാറുണ്ട്. ഒരു ഒഴിവ് കിട്ടിയാൽ പോകും ഉക്കാശ തങ്ങൾ. എന്ത് അള്ളാഹുവിൻ്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് ആര്? ഉക്കാശ. ഉക്കാശ ഇബ്നു മിഹ്സൻ റളിയല്ലാഹുവിന്റെ മക്ബറ എന്ന പേരിൽ തമിഴ്നാട് ഒരു മക്ബറ ഉണ്ട്. ഞാൻ അവിടെ പോകാറുണ്ട്. ഒരു പക്ഷേ അവിടെ കിടക്കുന്ന ആൾ ആരാവില്ല, ഉക്കാശ ആകാതെയും വന്നേക്കാം, നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. പക്ഷെ എൻ്റെ ലക്ഷ്യം ആരെയാണ്? ഉക്കാശയാണ്. ഞാൻ സിയാറത്തിലും അങ്ങനെ പറയാനുള്ളൂ, റബ്ബേ ഞാൻ ഉക്കാശയെ തേടി വന്നതാണ്. ഇവിടെയാ നിലക്ക് എവിടെയാണെങ്കിലും എൻ്റെ ഫാത്തി അവിടെ എത്തിച്ചു കൊടുക്കണം. അതിന് എനിക്ക് റബ്ബുണ്ടല്ലോ, ഞാൻ എവിടുന്ന് ഫാത്തിയോട് എത്തിച്ചു കൊടുക്കാൻ. എനിക്ക് കിട്ടിയവൻ്റെ പരമാവധി അത്. കാരണം എന്താ ഉക്കാശ ഞാൻ തമ്മിൽ ബന്ധം? മുസ്തഫ നബി, അത് അള്ളാന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. എന്താണ് അനസിനെ കാണാൻ? നമ്മൾ ഇനി ഇറാഖിൽ പോയാൽ അനസിനെ കണ്ടേ പോരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്തേ പോണ്ടേ? പോകണം. അനസ് റളിയല്ലാഹു അൻഹു, അനസ് ആരാ? ഇതല്ലേ മാണിക്കക്കല്ല്. 10 കൊല്ലല്ലേ റസൂലുള്ളാഹിന്റെ ഖാദിമ്.
എന്തെങ്കിലും ഞാൻ മാ സഅലനി ലിമ ഫഅൽതഹു അൻ അംരിൻ ഫഅൽതുഹു വമാ ലിമ ലാ മാ ഫഅൽതഹു, ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് എന്തേ നീ അത് ചെയ്തെന്നോ, ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നീ എന്തേ ഞാൻ പറഞ്ഞിട്ടത് ചെയ്തില്ല എന്നോ എന്നോട് ജീവിതകാലത്ത് റസൂലുള്ളാഹി ചോദിച്ചിട്ടില്ല. മൽദാറാവ് മുതലാളി എന്ന് പറഞ്ഞ ബമ്പം മുതലാളി ആര്? അനസ്. അല്ലാഹുവേ, ഈ അനസിനെ മക്കളെ കൊണ്ടും ധനം കൊണ്ടും നീ അനുഗ്രഹിക്കണേറോ. മുതലങ്ങണ്ട് ഉണ്ടായി, എത്ര കണക്കില്ല. മക്കളോ 100 ചില്ല. മക്കളും പേരമക്കളും മരിക്കും 100 ചില്ലാൻ. വയസ്സോ എത്രയാ വയസ്സ്? 90 വയസ്സാവുമ്പോഴും പറയാണ് ഇവിടുന്ന് എന്റെ കവിളത്ത് റസൂലുള്ളാഹി ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു വാസന കിട്ടി, ആ വാസന എപ്പോഴും കവിളുന്ന് അടിക്കാറുണ്ട്. 90 കൊല്ലം കഴിഞ്ഞിട്ടേ പറയാ എന്റെ അതിലൊരു വാസന വരുന്നുണ്ട്. ചില നേരത്ത് റസൂലുള്ളാഹിന്റെ കൈ ഇവിടെ വെച്ചു. 90 കൊല്ലം മുമ്പ് എന്റെ റസൂലുള്ളാഹിന്റെ കൈ ഇവിടെ വെച്ചതിന്റെ വാസന എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ആര് പറഞ്ഞു? സയ്യിദുനാ അനസ് റളിയല്ലാഹു. അവരും അക്ബറിൽ പോണോ പോണ്ടേ? അതന്നെ. ഞാനെന്തിനാ പോണെന്നറിയോ? പോയ പല കാര്യങ്ങളും സിയാറത്ത് ചെയ്ത് പറഞ്ഞൂടെ, കിട്ടിക്കൂടെ? എനിക്കൊന്നും ആവശ്യമില്ല. എനിക്ക് ഇവിടുന്ന് പറഞ്ഞാൽ തന്നെ കിട്ടുന്നുണ്ട്. എനിക്ക് അവരോടൊരു ഇഷ്ടത്തിനാണ് ഞാനീ മക്ബറിലൊക്കെ പോകുന്നത്. എനിക്ക് അവരോട് ഇഷ്ടമാണ്. എന്തുകൊണ്ട്? അവർ അള്ളാന്റെ ഹബീബിന്റെ മാണിക്കക്കല്ലുകളായ സെർവന്റുകളാണ്. അവർ അള്ളാന്റെ ഹബീബിന്റെ കൂടെ നടന്നവരാണ്. അപ്പൊ അവരെ പോലെ നമുക്ക് അള്ളാന്റെ ഹബീബിനോടുള്ള ഇഷ്ടാണത്. ഹദല്ലാഹു അഖ്വാമൻ ഖഫൗഹു അജില്ലതൻ വളല്ലല ഖൗമൻ ഖദ് ഖലൗഹു വതമസ. ബാക്കി നാളെ ക്ലാസ്. ഹദല്ലാഹു വെളിച്ചം നൽകി അനുഗ്രഹിച്ചു അഖ്വാമൻ പല ജനങ്ങൾക്കും, ഖഫൗഹു ഈ നേതാവിനെ അവർ പിന്തുടർന്നു, അജില്ലതൻ തലമുറകളായിട്ട്, വളല്ലല ഖൗമൻ ഒരു ജനത്തെ അല്ലാഹു വഴികേടിലാക്കി, ഖദ് ഖലൗഹു ആ ജനത ഈ നേതാവിനെ ഉപേക്ഷിച്ചു, വതമസ അവരുടെ ചരിത്രം അല്ലാഹു തആല മായ്ച്ചു കളയുകയും ചെയ്തു. ഇത് പറഞ്ഞുകൊണ്ടപ്പോൾ ഇത് പറഞ്ഞത് അബൂലഹബിന്റെ ഖബർ എവിടെയെന്ന് ആർക്കും അറിയില്ല, ആ അടയാളം പോലും ഇല്ല. അതേ സമയത്ത് അബൂലഹബ് ഉപദ്രവിച്ചിരുന്ന ബിലാലിന്റെ ഖബർ എല്ലാ ലോകത്ത് ലക്ഷക്കണക്കായ ആളുകൾ കൊല്ലത്തിൽ സിയാറത്തിന് വരുന്ന സ്ഥലമാണ്. ആരുടെ മക്ബറ? സയ്യിദ്ന ബിലാൽ, സയ്യിദ്ന അനസ്, സയ്യിദ് എല്ലാവരും ഉക്കാശ് അടക്കം എല്ലാവരും. അള്ളാഹു അവർ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇറാനിൽ പോണ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.